പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ന്യൂനപക്ഷങ്ങളെ പ്രധാനമായും ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള 88 വർഗീയ അക്രമ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ നടന്നതായി റിപ്പോർട്ട്. ഓഗസ്റ്റ് 5-നും ഒക്ടോബർ 22-നും ഇടയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണിത്. വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് 70 പേരെ അറസ്റ്റ് ചെയ്തതായി ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനൂസിന്റെ ഓഫീസിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങളിൽ വിദേശകാര്യ സെക്രട്ടറി ആശങ്ക ഉന്നയിക്കുകയും ബംഗ്ലാദേശ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ അവരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കകൾ അറിയിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് വെളിപ്പെടുത്തൽ. ഗാസിപൂർ, മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുതിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ കേസുകളുടെയും അറസ്റ്റുകളുടെയും എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് പുറത്ത് ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സിവിൽ സൊസൈറ്റിയും വിവിധ സംഘടനകളും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.